ഈ വനിതാ സംവരണ ബില്ലെന്ന പേരിൽ നമ്മുടെ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച ആ വനിതാ സംവരണം എന്ന ഒരു വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ ലോക്സഭാ നിയമസഭാ മണ്ഡലങ്ങളുടെ ഡീലിമിറ്റേഷൻ പുനർനിർണയ സമിതിയുടെ പ്രവർത്തനത്തെ വളരെ മനോഹരമായ ഒറ്റ വാക്കിൽ നമ്മുടെ ശശി തരൂർ സാർ കഴിഞ്ഞ ദിവസം അതിനെ വ്യാഖ്യാനിച്ചു. അതിനേക്കാൾ മനോഹരമായൊരു വാക്ക് വേറെയില്ല. പൊളിറ്റിക്കൽ ഡീമോണിറ്റൈസേഷൻ എന്നാണ് പുള്ളി പറഞ്ഞത്. ഡീമോണിറ്റൈസേഷൻ നമുക്കെല്ലാവർക്കും അറിയാം ഇല്ലേ? നോട്ടിൻ്റെ വില കളഞ്ഞ ഒരു സംഭവം ഉണ്ടല്ലോ. നോട്ടുകൾ റദ്ദ് ചെയ്ത് കള്ളപ്പണം പിടിക്കാൻ വേണ്ടി മറ്റേ ചിപ്പ് വെച്ച നോട്ട് പുതിയതായിട്ട് ഇറക്കി എല്ലാ കള്ളപ്പണവും ഇല്ലാതാക്കി തീവ്രവാദികളെയൊക്കെ പട്ടിണിക്കിട്ട് കൊല്ലാൻ വേണ്ടി ഈ രാജ്യത്തെ മുഴുവൻ പിന്നോട്ട് വലിച്ച ഡീമോണിറ്റൈസേഷൻ, ആ ഡീമോണിറ്റൈസേഷനോട് ചേർത്ത് വെച്ച് അദ്ദേഹം പ്രയോഗിച്ച വാക്കാണ് ഈ പൊളിറ്റിക്കൽ ഡീമോണിറ്റൈസേഷൻ. എന്താണ് പൊളിറ്റിക്കൽ ഡീമോണിറ്റൈസേഷൻ എന്ന് വെച്ചാൽ സിംപ്ലി അതുതന്നെയാണ് ഈ ബില്ലിലൂടെ ലക്ഷ്യമിടുന്നത്. അതായത് ഹിന്ദു ഹാർട്ട്ലാൻഡ് വല്ലാതെ വികസിക്കണം, സീറ്റുകളുടെ കാര്യത്തിൽ കൂടണം. എന്നാൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളോ വളരെ പരിമിതമായ വർധനവ്. അപ്പോൾ ആകെ 330 സീറ്റുകൾ വർദ്ധിക്കുമ്പോൾ ദക്ഷിണേന്ത്യയിലെല്ലാം കൂടി അതിനകത്തുനിന്നൊരു 10, 60, 50 സീറ്റുകൾ വർദ്ധിക്കും. ബാക്കി കൂടുന്നത് മുഴുവൻ എവിടെയായിരിക്കും? സെൻട്രൽ ഇന്ത്യയിലോ നോർത്ത് ഇന്ത്യയിലോ ആയിരിക്കും. അപ്പോൾ അതോടുകൂടി ദക്ഷിണേന്ത്യ എന്ത് ചെയ്യപ്പെടും? ഡീമോണിറ്റൈസ് ചെയ്യപ്പെടും, മൂല്യം റദ്ദാക്കപ്പെടും, അതിന് മൂല്യമില്ലാതാകും. പണ്ട് നോട്ടിനകത്താണ് ഡീമോണിറ്റൈസേഷൻ നടപ്പിലാക്കിയതെങ്കിൽ ഇപ്പോൾ നടപ്പിലാക്കുന്നത് പൊളിറ്റിക്കൽ ഡീമോണിറ്റൈസേഷനാണ് എന്ന് ശശി തരൂർ സാർ പറഞ്ഞത് വളരെ ആപ്റ്റാണ്. ആ പൊളിറ്റിക്കൽ ഡീമോണിറ്റൈസേഷൻ എന്തുകൊണ്ട് സൗത്ത് ഇന്ത്യയോട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, സൗത്ത് ഇന്ത്യ അത്രമേൽ കോൺഫിഡൻസോടെ BJPക്ക് കൈപ്പിടിയിൽ ഒതുക്കിയെടുക്കാൻ കഴിയുന്നില്ല. കർണാടക ഇടയ്ക്ക് കിട്ടുന്നു, പക്ഷേ അതിനേക്കാൾ ശക്തിയായി നഷ്ടപ്പെടുന്നു. ആന്ധ്ര നിൽക്കുന്നത് വേറൊരു പ്രബലമായ മുന്നണിയുടെ കൈക്കരുത്തിലാണ്. തെലുങ്കാനയിലും അങ്ങനെ സാധ്യമാകുന്നില്ല. തമിഴ്നാടും കേരളവുമൊന്നും സമീപഭാവിയിൽ ചിന്തിക്കാനും കഴിയുന്നില്ല. അപ്പോൾ സ്വാഭാവികമായി അത് പിടിച്ചെടുക്കുക അത്ര എളുപ്പമല്ലാത്തതുകൊണ്ട് എന്നാൽ പിന്നെ അതിൻ്റെ ഡീമോണിറ്റൈസേഷൻ അവരെ അങ്ങ് ദുർബലപ്പെടുത്തി കളഞ്ഞാൽ തങ്ങളുടെ കയ്യിലുള്ള ശക്തി കേന്ദ്രങ്ങൾക്ക് വലിയ ശക്തിയും തങ്ങൾക്ക് കൈപ്പിടിയിൽ ഒതുങ്ങാത്തത് ദുർബലവുമാക്കി കളയാം എന്ന് പറയുന്ന ഒരു ലക്ഷ്യം ഇതിന് പിന്നിലുണ്ട് എന്നത് സൂചിപ്പിക്കാൻ ഈ പൊളിറ്റിക്കൽ ഡീമോണിറ്റൈസേഷൻ എന്ന വാക്കിനേക്കാൾ മനോഹരമായൊരു വാക്കില്ല. അതുകൊണ്ട് ആ പൊളിറ്റിക്കൽ ഡീമോണിറ്റൈസേഷൻ കേട്ടപ്പോൾ എനിക്ക് വളരെ കൗതുകം തോന്നി. അതുകൊണ്ടാണ് പലർക്കും അതൊന്ന് മനസ്സിലാകത്തക്ക നിലയിൽ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് വിചാരിച്ചാണ്. ആപ്റ്റായിരുന്നു ആ പ്രയോഗം.